മനുഷ്യൻ എന്തൊരു ഇങ്ങനെ ഓർക്കുമ്പോൾ, വിശേഷം ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴോ ഉറ്റുനോക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഈ പ്രായത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഭാഷയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ വേറെ വാക്കില്ലാത്തതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഉള്ളിലൊരു തരം കരച്ചിൽ വരും. ലുക്ക് മാൻ, വേദപുസ്തകത്തിലൊക്കെ അങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്. അങ്ങനെ അടിമുടി ചോരവാർന്ന് നിന്നിരുന്ന ഒരു മെല്ലിച്ച ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീലാത്തോസ് പറയുന്ന വാക്കാണിത്, ബിഹോൾഡ് മാൻ, ലുക്ക് മാൻ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് ഏറ്റവും കൃത്യമായ ഉത്തരം വെറുതെ ഉറ്റുനോക്കാനുള്ള. ഇപ്പം കുട്ടി കുസൃതി കാണിച്ചു, കുട്ടി നമുക്ക് ഉണ്ടാക്കിയൊരു അസ്വസ്ഥതയിൽ നമ്മൾ കുട്ടിയെ തല്ലാൻ പോകുന്നു. വെറുതെ തോർത്താൽ മതി, ബിഹോൾഡ് മാൻ, ചെറിയ മനുഷ്യനാണ്. അങ്ങനെ ഒരു ചെറിയ കുട്ടി മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ തല്ലാൻ പറ്റുന്നു? അല്ലെങ്കിൽ ഒന്ന് ശകാരിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ബിഹോൾഡ് മാൻ. എങ്ങനെ എന്നെ കണക്ക് തന്നെ ആകുലതയുള്ള, എന്നെ കണക്ക് തന്നെ അലയുന്നൊരു മനുഷ്യനെ എങ്ങനെ എനിക്ക് ശകാരിക്കാൻ പറ്റുന്നു? മനുഷ്യനെ കാണാനുള്ള ഒരു ഏറ്റവും നല്ല ഇടമെന്ന നിലയിൽ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കുംഭമേളയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അടുത്തൊരു ആഴ്ച നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഒരു കാഴ്ചയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഈ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ബിഹോൾഡ് മാൻ, അത് മനുഷ്യർ സൃഷ്ടിച്ചെടുക്കുന്ന ഇടമാണ് കേട്ടോ ഇത്. ഇപ്പം ഏറ്റവും വലിയ പ്രതിസന്ധി ഇങ്ങനെ മനുഷ്യർക്ക് ഇടവില്ലെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടല്ലേ. മഹാഭാരത കഥ കണക്കാണ്. പാണ്ഡവർ വിചാരിക്കുന്നു അവർക്ക് 5 ദേശങ്ങൾ അവരവകാശമാണ്, റൈറ്റാണ്. ബാർഗൻ ചെയ്ത് തുടങ്ങുമ്പോൾ അത് കുറഞ്ഞ് 5 ഗ്രാമമായി, 5 വീടായി, പിന്നെ ഒറ്റ വീടായി. അപ്പോഴും എതിരെ നിൽക്കുന്നവർ പറയുന്നത് എന്താണ്? ഒരു നീഡിൽ പോയിന്റ് പോലും തരത്തില്ല, ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരു മുട്ടുസൂര്യ അറ്റം പോലും തരത്തില്ലെന്ന് പറയാം. എന്തൊരു മനുഷ്യാവസ്ഥയാണല്ലേ. നമ്മൾ ആദ്യം വിചാരിക്കുന്നു ഇതൊക്കെ നമ്മുടെ അവകാശമാണ്, പിന്നെ നമ്മളതിനും ഇതേ കെഞ്ചാൻ തുടങ്ങുന്നു. ഇതെല്ലാം കഴിയുമ്പോഴും പറയുന്നത് എന്താണ്? എന്നൊക്കെ നീഡിൽ പോയിന്റ് ഇല്ല. എന്നിട്ട് ഈ മുട്ടുസൂചിക്ക് ഇടവില്ലാത്ത മനുഷ്യരാണ് അവരുടെ ഒരു ഭാവനാ ലോകം സൃഷ്ടിച്ചെടുക്കുന്നത്. അത് പിന്നെ യാത്രയൊക്കെ പോകുന്നു, അവരുടേതായ ഒരു സങ്കല്പ ലോകം സൃഷ്ടിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വേദപുസ്തകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ അത് തന്നെ മനസ്സിൽ കിടക്കുന്നു. ഇങ്ങനെ കഷ്ടരാത്രിയിൽ യേശു കണ്ടെത്തിയൊരു തോട്ടമുണ്ട്. ആരുടെ തോട്ടം? അയാളുടെ പോലും അല്ല. ജീവിക്കാൻ അർഹതയില്ലെന്ന അവൻ്റെ കാലത്തെ മതവും ഭരണകൂടവും ഒരുമിച്ച് തീരുമാനിച്ച ഒരാളുടെ പേരാണ് യേശു. എന്നിട്ട് നിനക്ക് ഒരങ്കുലം മണ്ണില്ല. എന്നിട്ട് ഈ ഒരങ്കുലം മണ്ണില്ലാത്ത മനുഷ്യൻ മറ്റാരുടെ തോട്ടത്തെ തൻ്റെ തോട്ടമായിട്ട് കണക്കാക്കിയിട്ടാണ് രാത്രി മുഴുവൻ ചെലവഴിക്കുന്നത്. അപ്പം നമ്മൾ പാർക്കുന്ന ഇടവും നമ്മൾ കണ്ടെത്തിയ ഇടങ്ങളൊക്കെ നമ്മുടെ ആവണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഒരു രഹസ്യ തോട്ടം ഉണ്ടാവണം എല്ലാവർക്കും. സംഭവം ടു ഗോ, രഹസ്യ തോട്ടം. അതൊരു വ്യക്തിയാവാം, എന്തോ ആവാം. അപ്പം ഈ തിരക്കൊക്കെ ജോൺ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു ദേശം ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. എത്രയോ കിലോമീറ്റർ, 10-30 കിലോമീറ്ററൊക്കെ അല്ലേ സ്റ്റില്ലാണ്, ബ്ലോക്കായിട്ട്. പക്ഷെ അതിനിടയിലും അവരവരുടേതായ ഒരിടം കണ്ടെത്തിയിട്ടുണ്ട്, സ്പേസ്, ഒരു സങ്കല്പ ഭൂമിയാണ്. ഈ തിരക്കൊന്നും അവരെ ബാധിക്കുന്നില്ല. ഞാൻ കാര്യങ്ങളൊന്നും ചുരുക്കുകയാണ്. 2 കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് പറയാനായിട്ട് ശ്രദ്ധിച്ചത്. ഒന്ന്, മനുഷ്യനെ കുറേ കൂടി ഇട്ട് നോക്ക്. മനുഷ്യന് പകരമല്ല ഒന്നും പകരമല്ല. മനുഷ്യനെ നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇങ്ങനെ സാർക്ക് പറഞ്ഞ കണക്ക് ഇങ്ങനെ എന്താ പറയുന്ന ഒരു കമ്പാഷൻ ഉണ്ടാകും. കാരണം കമ്പാഷൻ ബിഗിൻസ് ദ ഡേ യു റിയലൈസ് ഓൾ ഓഫ് us ആർ സഫറിങ്. നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് സഹിക്കുന്ന പിടുത്തം കിട്ടുന്ന ദിവസമാണ് ഈ കമ്പാഷൻ ആരംഭിക്കുന്നത്.
അതുകൊണ്ടാണ് നാസി ക്യാമ്പുകളിലൊക്കെ ഭടന്മാർക്ക് കൊടുത്തുള്ള നിർദ്ദേശം ഇതായിരുന്നു: ഒരിക്കലും ഒരു കോൺവെക്റ്റിൻ്റെ കുറ്റവാളിയുടെ കണ്ണി നോക്കാൻ പാടില്ല. കാരണം കണ്ണി നോക്കിയാൽ എന്തുണ്ടാവും? കരണ്ടുണ്ടാവും. അതുകൊണ്ട് ഇതിങ്ങനെ നിന്നുകൊണ്ട് തല താത്തി നിന്നുകൊണ്ടാണ് അവരടിക്കുന്നത്. ബിഹോൾഡ് മാൻ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു വിചാരം. രണ്ടിങ്ങനെ എന്തുമാത്രം ഇടങ്ങൾ നിഷേധിക്കപ്പെട്ടാലും മനുഷ്യർക്ക് പിന്നെ ഒരു ഭാവനയുടെ പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റും. ഒരു രഹസ്യ പൂന്തോട്ടം സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സമാധാനം അനുഭവിക്കാൻ പറ്റണം. അതിനകത്ത് കാറ്റും വെളിച്ചമുണ്ട്. മനുഷ്യൻ നിശ്ചയിച്ചതൊക്കെ അതിനകത്ത് ഇങ്ങനെ നിശ്ചയമായിട്ട് നമുക്കിങ്ങനെ നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ ആ വാക്ക് തന്നെ ഈ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രിയിൽ യേശു ഒരു രഹസ്യ തോട്ടത്തിലേക്ക് പോയെന്നും പറഞ്ഞുകൊണ്ട്, ശിഷ്യന്മാർക്ക് മാത്രം അറിയാവുന്ന തോട്ടം. ഞാൻ വിചാരിക്കുന്ന ഒരു ഭാവന ഇടമാണ്. ഇപ്പോൾ അയോധ്യയെക്കുറിച്ച് പറഞ്ഞാൽ അയോധ്യ ഒരു ഇടമല്ല, മറിച്ച് എന്താണ്, ഒരു സങ്കല്പ ഭൂമിയാണെന്ന് പറയുന്ന കണക്ക് ഈ ഇത്തരം ധർമ്മങ്ങളിലൊക്കെ പറയുന്ന ഇടങ്ങളൊന്നും ഫിസിക്കലായൊരു സംഭവമല്ല, സ്പിരിച്വലായിട്ടുള്ളൊരു ഇമാജിനേഷനായിട്ട് ഞാൻ പലപ്പോഴും അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ പരിക്കുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ കുറച്ച് സമാധാനം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ സ്വസ്ഥമാണെന്ന് പറയാൻ പറ്റുന്ന ആരും ഈ കൂട്ടത്തിലെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഹോൾഡ് ആവരുത്. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ഗാർഡൻ. ആ ഗാർഡനകത്ത് സമാധാനവും സ്നേഹവും ഒക്കെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു കാവിന് കണക്ക് ഇങ്ങനെ വീശുന്നുണ്ട്. അതിനകത്ത് ആരുടെയും പ്രത്യേകിച്ച് പരിചരണമോ ശ്രദ്ധയില്ലാതെ തന്നെ എന്തൊക്കെയോ പൂക്കുന്നുണ്ട്.